ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2327. ഇന്ന് മെയ് മാസം 15-ാം തീയതി 135-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിന്റെ കതിരുകളെ പ്രതിയുള്ള പെരുന്നാൾ ദിനമാണ് ഇന്ന്. ജനുവരി മാസം 15-ാം തീയതി വിത്തുകളെ പ്രതിയുള്ള പെരുന്നാളിന്റെ തുടർച്ചയും പൂർണ്ണതയുമാണ് കതിരുകളെ പ്രതിയുള്ള പെരുന്നാൾ. ജീവിതത്തിലുടനീളം മറിയം എന്ന അമ്മ ക്രിസ്തുയേശുവിനെ എന്തുമാത്രം ബലപ്പെടുത്തിയിട്ടുണ്ട്. അതെ, യേശുവിനെ ബലപ്പെടുത്തുന്ന വലിയൊരു സാന്നിധ്യം തന്നെയായിരുന്നു മറിയം. കാനാവിലെ വിവാഹത്തിന്റെ ആ വീട്ടില് അവന്റെ സമയമായെന്ന് ഓർമ്മിപ്പിക്കുന്നതും അമ്മയാണ്. അതുവരെ അമ്മയ്ക്ക് മകനും, മകന് അമ്മയും മാത്രം. ഇനി മുതൽ മകൻ അമ്മയുടെ മാത്രം സ്വന്തമായിരിക്കേണ്ട അല്ലെന്ന് ഒരു തിരിച്ചറിവിലേക്ക് അമ്മ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ മകനെ മകന്റെ വഴിയിലൂടെ പോകാനായിട്ട് അനുവദിക്കുക. പണ്ട് കൈക്കുഞ്ഞായിരുന്നപ്പോൾ യേശുവിനെയും കൂട്ടി ദേവാലയ സമർപ്പണത്തിന് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനവൃദ്ധനായ ശിമോൻ പറഞ്ഞിരുന്നു, ഒരു വാള് കടന്നു പോകുന്നു. ആ വാൾ എപ്പോഴാണ് തന്റെ നെഞ്ചിൽ പതിക്കുക എന്ന ഒരു ആകുലതയും ഉത്കണ്ഠയും മറിയമെന്ന അമ്മയുടെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരു അറിവ് കിട്ടുന്ന ഏതൊരമ്മയുടെയും ചിന്ത ഒരാപത്തും വരാതെ ആ പുത്രനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക എന്നതാണ്. പക്ഷെ മറിയമെന്ന അമ്മ ഒരു സാധാരണ അമ്മയല്ല. സകല മാതൃത്വത്തിന്റെ നൊമ്പരങ്ങളും സ്വപ്നങ്ങളും എല്ലാം നെഞ്ചിലൊതുക്കുകയാണ്. മകനെ പോകാനായിട്ട് അനുവദിക്കുക. അവിടം കൊണ്ടും തീരുന്നില്ല ഈ അമ്മ. മകന്റെ വഴികളിലൂടെ മകനെ പതിയെ പിൻപറ്റുകയാണ്. കുഞ്ഞായിരുന്നപ്പോൾ അവനെ മടിയിലിരുത്തി ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന സങ്കീർത്തനത്തിൽ നിന്നുള്ളത്, അത് ചൊല്ലി കുരിശില് പ്രാണനെ മകൻ വെടിയുന്നതുവരെ അമ്മ ഇങ്ങനെ ശക്തിപ്പെടുത്തുന്ന ഒരു നിശബ്ദ സാന്നിധ്യമായിരുന്നു. യേശുവിന്റെ മരണം കൊണ്ടും അമ്മയുടെ യാത്ര അവസാനിക്കുന്നില്ല. പിന്നീട് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ചെങ്കിലും ഒരു അനാഥത്വം തോന്നി തുടങ്ങിയ ആ ശിഷ്യന്മാർക്കൊപ്പം അമ്മയുണ്ടായിരുന്നു. യേശുവിനോടൊപ്പം നടന്ന കാലത്ത് ഈ ശിഷ്യന്മാർക്ക് ഈ അമ്മ എത്രയോ തവണ വെച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ടാവും. യേശുവിന്റെ മരണശേഷം തികച്ചും അനാഥരെ പോലെയായിത്തീർന്ന ശിഷ്യർക്ക് മറിയത്തിന്റെ സാന്നിധ്യം തീർച്ചയായും ഒരു സുരക്ഷിത ബോധം നൽകിയിട്ടുണ്ടാവും. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ യേശു അത് പറയുന്നുണ്ട് യോഹന്നാനോട്, ഇത് നിന്റെ അമ്മയാണ്. അന്നു മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ ചേർത്തെന്നാണ് പറയുക. ഇന്നും യേശുവിന്റെ ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും സ്വന്തം അമ്മയായി മറിയത്തെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കേണ്ടതാണ്, സ്വീകരിച്ചു തുടങ്ങേണ്ടതാണ്. അവിടെ നിന്നാണ് നമ്മൾ യേശുവിനെ കുറെ കൂടി രുചിച്ചറിയാൻ പോകുന്നത്. യേശുവിന്റെ ഒരു മൂല്യബോധം എന്താണെന്ന് നമ്മൾ അനുഭവിച്ച് അറിയാൻ പോകുന്നത്. അതെ, കതിരുകളെ പ്രതിയുള്ള വിശുദ്ധ ദൈവമാതാവിന്റെ പെരുന്നാൾ എന്നിൽ കുറെ കൂടി നന്മയുടെ വിത്തുകളെ അത് ഫലസമൃദ്ധിയുള്ള വൃക്ഷങ്ങളാക്കി അതിനെ രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.